നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റ് കരിയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമോ എന്നതിനെക്കുറിച്ചാണ്. പണ്ട് കാലങ്ങളിലെല്ലാം സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ പൂർവികർ വളരെയധികം എതിർത്തിരുന്നു. അതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം, ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ഭവനങ്ങളും ഫ്ലാറ്റുകളും വില്ലകളും ഒന്നും അടുത്തടുത്ത്, അതായത് ഈ ഇടുങ്ങിയ വഴിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ മൈലുകൾ താണ്ടി വേണം, അല്ലെങ്കിൽ മണിക്കൂറുകൾ നടന്ന് വേണം എത്താൻ. അതുകൊണ്ടൊക്കെ ആയിരിക്കും പൂർവികർ പറഞ്ഞിരുന്നത് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൂടാ എന്ന്. എന്നാലും ചില സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ അനുവാദവുമുണ്ട്. ഈ വീരാംഗനയായ ഉണ്ണിയാർച്ചയൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോയപ്പോൾ പോലും പൂർവികർ അതിനെ എതിർത്തിരുന്നു. അവർ ഭയങ്കര വീരശൂര പരാക്രമിയാണ്, കളരി, അങ്ങനെ ആയുധമുറകളൊക്കെ ഒരുപാട് പഠിച്ചൊരു ലേഡിയായിരുന്നു. അവരെ പോലും ഒറ്റയ്ക്ക് വിട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ വിശുദ്ധിയൊക്കെ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ പോലും പലപ്പോഴും സ്ത്രീകൾക്ക് നേരെ കള്ളന്മാരും കൊള്ളക്കാരും വിരോധാഭാസന്മാരൊക്കെ ഉപദ്രവിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതൊരു പുത്തരിയല്ല ആ വക സംഭവങ്ങളൊന്നും. എങ്കിലും പൂർവികർ പറയുന്നത് കുറച്ചൊക്കെ നമുക്കനുസരിച്ചാൽ നമുക്ക് നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് വെച്ച് സ്ത്രീകൾ ഒരിക്കലും എവിടെയും യാത്ര ചെയ്യരുത് എന്നല്ല. ആ സമയത്ത്, അതായത് രാത്രികളിലൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കുറച്ച് ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഈ സ്ത്രീകൾ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു വരുന്നത്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.